ഇതിപ്പോൾ വയനാട്ടിലെ തിരുനെല്ലിയിലാണ്. തിരുനെല്ലിക്ക് തൊട്ടടുത്തുള്ള നെട്ടറ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം റീലിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കാളിന്തി നദി, അതിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ, അവിടെയാണുള്ളത്. ഈ നാട് എൻ്റെ നാടാണ്. 1974 രാമു കാര്യായിട്ട് സംവിധാനം ചെയ്ത നെല്ല് എന്ന് പറഞ്ഞ സിനിമ, മറ്റേ പാട്ടില്ലേ, കദളി കൺകദളി, അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. തിരുനെല്ലിയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. സുവിത്തേട്ടാ, ഈ പഞ്ചായത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് നമുക്കൊരു റൈഡ് പോയിട്ട് വന്നാലോ? ആയിക്കോട്ടെ, പോവാം. സുവിത്തേട്ടാ, നമ്മുടെ ORK മന്ത്രിയുടെ സ്ഥലമല്ലേ ഇത്? അതെ, തിരുനെല്ലി പഞ്ചായത്ത് മന്ത്രിയുടെ നാടാ. ഇവിടുത്തെ ഭംഗി, ഇവിടെ ശരിക്കും ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണോ? ഇപ്പൊ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഫുള്ള് വൈറലായി ഈ പാലവും ഈ റോഡും. ഇവിടെ തിരുനെല്ലി പഞ്ചായത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം എനിക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുമ്പോൾ മുതലേ ഇടതുകോട്ടയാണ്. വയനാട്ടിലെ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ഉറപ്പിക്കാവുന്ന ഒരു പഞ്ചായത്താണ് ഇതുവരെയുള്ള അവസ്ഥയിൽ. ഞങ്ങളിങ്ങനെ വെറുതെ വന്നപ്പോഴേ പുഴ കണ്ടപ്പോ ഇറങ്ങിയതാ. അന്നേരാണ് തന്നൻ ചേട്ടനെ കണ്ടത്. ഈ ഇപ്പൊ മരത്തിൽ കയറാൻ പോവോ? എന്നെ നോക്കി പറ കേക്കട്ടെ. ഇവിടെ ഇപ്പൊ ഇലക്ഷൻ ഒക്കെ അല്ലേ, വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ? ആർക്കാ ചെയ്യണമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അത് മാറുമോ അങ്ങനെ? ഒരാൾക്ക് തന്നെ? അവര് വന്നോ ഇവിടെ വോട്ട് ചോദിക്കാൻ വന്നോ? അവര് ജയിക്കുന്ന ഉറപ്പാണോ? ഉറപ്പൊന്നുമില്ല, പക്ഷെ ഞങ്ങള് ചെയ്യും. പറയാനാവില്ല. അപ്പൊ എന്താ, ചായ കുടിച്ചല്ലോ? കുടിച്ചാ? അപ്പൊ ഞാൻ ചായ കുടിക്കാൻ വന്ന് നമുക്ക് ഒന്നിച്ച് ചായ കുടിക്കാന്ന് വിചാരിച്ചാ. ഒന്നുകൂടെ കുടിക്കാം, എന്നാ ബാ. പിന്നെ ഇവിടുത്തെ തിരുനെല്ലിയിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു കൃഷിക്കാരനാണ്. ഇപ്പൊ എൻ്റെ കൂടെയാണ് സ്ഥിരമായി. ഇവളുടെ അച്ഛൻ ചുണ്ടലി എന്ന് പറയും. ചുണ്ടലിയുടെ മകനാ. ചുണ്ടലിക്ക് 8 മക്കളുണ്ട്. അതിൽ ഏറ്റവും മൂത്ത ആളാണ് പെരുമൻ. പെരുമനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാനിപ്പോ കുറച്ചേരം സംസാരിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഹി നോസ് എവരിതിങ് അബൌട്ട് അഗ്രികൾച്ചർ. ആ നെല്ല് സിനിമയൊക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ അല്ലേ ഷൂട്ട് ചെയ്തത്? ഇതോ ഇതിന്റെ മേലെ ഭാഗത്താ കൂമംകൊല്ലി, അങ്ങോട്ടാണ് കേട്ടിട്ടുള്ളത്. അവിടെയൊക്കെയാണ് ഈ നോവൽ എഴുതാൻ പി വത്സല എന്ന് പറയുന്ന അവര് വീടെടുത്തത്. അവരുടെ വീട് അവിടെയാണുള്ളത്. നമുക്ക് അവിടെ പോകാൻ പറ്റുമോ? ഓ, അവിടേക്ക് പോകും. അപ്പൊ സുഖേട്ടാ, ഇവിടെ നെല്ല് സിനിമയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടല്ലേ? തീർച്ചയായിട്ടും. അതായത് എൻ്റെ മുത്തശ്ശി വത്സല ടീച്ചർ വന്ന് മുത്തശ്ശിയുടെ അടുത്താണ് താമസം തുടങ്ങുന്നത്. മുത്തശ്ശിയാണ് ഇവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ചും ഭൂപ്രകൃതിയെക്കുറിച്ചും നാട്ടുകാരെക്കുറിച്ചുമൊക്കെ സായാഹ്നങ്ങളിലെ ചർച്ചകളിൽ ഇത് മുഴുവൻ കാര്യമായിട്ട് വരികയാണ്. അങ്ങനെയുള്ളതിൽ ഉരുത്തിരിഞ്ഞെടുത്ത് അതാണ് നെല്ല് സിനിമയ്ക്ക് വത്സല ടീച്ചർ ഇത് കൊടുക്കുന്നത്. കൂർമാട്ടി എന്ന് പറയുന്നത് അതൊക്കെ ജീവിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. മാരേനെ ബലാത്സംഗം ചെയ്യുന്നൊരു മാഷ്, അദ്ദേഹമൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളാണ്. നെല്ല് സിനിമയിൽ ശരിക്കും അതൊരു ആൻഡ്രോപോളജിക്കൽ സർവേ നടത്തിയിട്ടുള്ള ഒരു ആൻഡ്രോപോളജിക്കൽ തീമാണ് അതിൻ്റെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. നമുക്ക് ആദ്യം ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് നമുക്ക് അംബീഷനിൽ തുടങ്ങാം. ഓക്കെ, എന്താണ് നിങ്ങളുടെ അംബീഷൻ? വാട്ട്സ് യുവർ അംബീഷൻ? അതാണ് ആതിര പറ. പ്രവീണ? എനിക്കൊരു മന്ത്രിയാവണം മിസ്സേ. മന്ത്രിയാവണോ? അതെന്തിനാ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് രാവിലെ ഞാൻ നടന്നിട്ടൊക്കെ വരാറ്. അപ്പോൾ അവിടെ ബസ് സൗകര്യമൊന്നുമില്ല, ചെറിയ റോഡൊക്കെയാണ്. അപ്പോൾ റോഡൊക്കെ നല്ല റോഡാക്കണം, വലിയ റോഡാക്കണം, പിന്നെ വണ്ടി സൗകര്യമാക്കണം. ഒരു 6 വർഷം മുമ്പ്, അതായത് 2019 ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ ഉണ്ടായൊരു സംഭവമാണ് ഇപ്പോൾ കണ്ടത്. അതായത് ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ് ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അന്ന് മന്ത്രിയാവണമെന്ന് പറഞ്ഞ അതേ കുട്ടി ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രവീണ എവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ പ്രവീണ ബാലനെ തേടിയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ചേട്ടാ റെഡിയല്ലേ? അതെ, ഡയറക്ടറുടെ ഒപ്പുണ്ട്, ഞാൻ പറയൂ കേട്ടോ. ഡയലോഗ് ഓക്കെ അല്ലേ? ഓക്കെ. ആക്ഷൻ. മല്ലിമുളക് തേയില, മല്ലിമുളക് തേയില, മല്ലിമുളക് തേയില. മിസ്സേ അറിയോ എന്താ ഇവിടെ പരിപാടി? ഞങ്ങൾ ഷൂട്ട് റീൽസ്. അപ്പൊ നിന്റെ വേറെന്തോ ഫ്ലക്സ് കണ്ടു? അതുണ്ട്.
എല്ലാം കൂടി ഒന്നിച്ച് എല്ലാം കൂടി ഒന്നിച്ച് പരിചയപ്പെടുത്തുന്നത് ഇത് എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്ന ചേട്ടന്മാരാണ്. യൂട്യൂബേഴ്സ് ആണോ? ഞാൻ ഈ വരുന്ന വഴിക്ക് ഒരു സംഭവം കേട്ടു. കല്യാണം പോലും മാറ്റിവെച്ച, ഡേറ്റ് പോലും മാറ്റിവെച്ച ഒരു 23-കാരി ഗോതയിൽ ഇറങ്ങിയിട്ടുണ്ടെന്നൊരു കഥ കേട്ടു. അത് താനാണോ? അതെ, ഞാൻ തന്നെ. എന്താ സംഭവം? എന്താണ് സംഭവം അറിയോ? ഡിസംബറിൽ എന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പാർട്ടി നമുക്ക് ഇങ്ങനെ ഒരു അംഗീകാരം തന്നത്. ഞാൻ എപ്പോഴും ആലോചിച്ച എന്താ അറിയോ, ഫസ്റ്റ് പറഞ്ഞ സാധനം എനിക്ക് മന്ത്രിയാവണം എന്നൊക്കെ. നീ ആ ഒരു ആവേശത്തിന് എല്ലാവരും ഓരോന്ന് പറയില്ലേ, ആ ഒരു ആവേശത്തിന് പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ നല്ല ആവേശത്തിലാണ്. പാട്ട് പാടും, റീൽസ് എടുക്കും, യൂട്യൂബറാണ്, പിന്നെ സ്വന്തമായിട്ട് പണിയുണ്ട്, അതിന്റെ കൂടെ രാഷ്ട്രീയമുണ്ട്. എങ്ങനെ സാധിക്കുന്നതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവന്നെ? അതാണ് പ്രവീണ ബാലൻ. അതെ, തിരക്കുകളുടെ ഇടയിൽ വരുമ്പോ നമുക്ക് ടെൻഷൻസ് ഉണ്ടാവില്ല. അല്ല, എനിക്കൊരു പാട്ട് വേണം, പാടാം. ഒരു ഹൊയ് ഹൊയ് കൂടുവോ? എവിടെ ഇടണമെന്ന് പറയണം, ഞാൻ പറഞ്ഞുതരാം. നാട് എൻ വീട് ഈ വയനാട്, കാട് എൻ മേട് ഈ വയനാട്, വയനാട് 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 വയനാട്. അമ്മയുടെ മക്കളായിട്ട് ഒരു മോളായിട്ട് കണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാം. കുട്ട കുട്ട കരയല്ലേ കുട്ട, കരയല്ലേ പിരിയല്ലേ കുട്ട, കുട്ടൻ്റെ എളപ്പം വരുമ്പോ ചക്കര കൊണ്ടുവരൂ. ചക്കര കിട്ടാഞ്ഞിട്ടല്ല, പീടിയ തൂറക്കഞ്ഞിട്ടല്ല, ഇവനെ പെറ്റൊരു കാര്യം അപ്പനറിഞ്ഞിട്ടില്ല. പുഷ്പു ആയി ഉണ്ടേ വിടുന്നില്ലല്ലോ. ഞങ്ങളുടെ കഴിഞ്ഞു. ഈ ഒരു വീട്ടിലെ തന്നെ രണ്ടുപേരെ ഇങ്ങനെ കൊണ്ടുപോയാല് രണ്ടുപേരെയും ജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. മകളും ജയിക്കണം. അപ്പൊ എന്തായാലും നന്നായി പ്രവർത്തിക്കുക, ജയിക്കട്ടെ. 1963 മുതൽ 93 വരെ, പിന്നെ 2005 മുതൽ 2010 വരെ, ആകെ എടുക്കുമ്പോൾ 35 വർഷം. ഈ 35 വർഷം പഞ്ചായത്ത് ഭരണം, വൈസ് പ്രസിഡന്റ്, മെമ്പർ, ഇങ്ങനെ പോയിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്, EK മാധവൻ നായർ. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. വെള്ളമുണ്ട പഞ്ചായത്തിലെ ആദ്യത്തെ ബിരുദധാരിയാണ്. ഇനിയുമുണ്ട് പ്രത്യേകതകൾ. നമുക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ മാതൃഭൂമി ന്യൂസിലെ വയനാട് റിപ്പോർട്ടറാണ് കമലേട്ടൻ. അപ്പോൾ കമലേട്ടൻ്റെ വീട്ടിലേക്കാണ് യാത്ര. വായോ കമലേട്ടൻ. ഞാൻ അച്ഛനെ കുറിച്ച് കുറച്ച് വിവരം കൊടുത്തിട്ടുണ്ട്, പക്ഷേ അച്ഛനെ കുറിച്ച് മകൻ തന്നെ പറയുമ്പോൾ ഇതാണല്ലോ, പഞ്ചായത്ത് ഇലക്ഷനാണ്. എനിക്ക് പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ഇലക്ഷൻ തന്നെയല്ല. എനിക്ക് ഓർമ്മയുള്ള, അപ്പോൾ ഞാൻ 1ാം ക്ലാസ്സിലൊക്കെ ചേരുന്ന സമയം തൊട്ട് ആ സമയത്ത് അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. അത് കഴിഞ്ഞ് 16 വർഷം ഞാൻ വൈസ് പ്രസിഡന്റായി. അങ്ങനെ എല്ലാം കൂടി എനിക്ക് ഒന്ന് 35 വർഷം. പക്ഷേ അതിൽ 35 വർഷം എന്ന് പറയുമ്പോൾ കുറച്ച് കാലം പിരിച്ചുവിടൽ. അന്നൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഇഷ്ടത്തിനാണ് ഇലക്ഷൻ നടത്തി, പഞ്ചായത്ത് രാജ് വരുന്നതിന് മുന്നേ. എന്നാലും ഏകദേശം എല്ലാം കൂടെ 10-35 വർഷം. ഞാനോ അത് തന്നെ അച്ഛൻ്റെ പേരുകളാണ്. അങ്ങനെ ഇപ്പോൾ ഒഴുക്കൊല്ലി കുറിച്ച തറവാടിലാണ് ഞാൻ. നമ്മളിങ്ങനെ സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടുവരാണ്. ഇപ്പോൾ പനമരം ബ്ലോക്ക് പഞ്ചായത്തിലെ അഞ്ചുകുന്ന് ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ശാരദീച്ചി. അപ്പോൾ ശാരദീച്ചിയുടെ അടുത്തേക്കാണ്. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇലക്ഷൻ പ്രചാരണമൊക്കെ? തുടങ്ങിക്കഴിഞ്ഞു. ഈ ഒഴുക്കൊല്ലി തറവാട് ഒരുപാട് പാരമ്പര്യമുള്ള തറവാടല്ലേ, പാരമ്പര്യമുള്ള ഒരു കുറിച്ച തറവാടല്ലേ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, ആഘോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവിടെ വരണേ, അല്ലാതെ അടുത്തൊക്കെ തന്നെയാണോ നമ്മൾ താമസിക്കുന്നത്? ജയിക്കട്ടെ. അപ്പോൾ നന്നായിട്ട് മത്സരിക്കുക. അപ്പോൾ കാണാം എന്തായാലും കേട്ടോ. ഓക്കെ. അപ്പോൾ ഡിസംബർ 13 ആവാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ വാർഡിലും മത്സരം തകൃതിയായിട്ട് തന്നെ നടക്കുന്ന ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഡിസംബർ 13 റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം എൻ്റെ പഞ്ചായത്തിൽ, എൻ്റെ വാർഡിൽ എന്താവുമെന്ന്.